എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ചക്കക്കുരു കൊണ്ട് തയ്യാറാക്കിയ കിടിലൻ ലഡുവാണ്. ഇതിൻ്റെ ഗുണം കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ചക്കയേക്കാളേറെ ഗുണം കൂടുതൽ ചക്കക്കുരുവിനാണെന്ന് എത്ര പേർക്കറിയാം? പാഴാക്കി കളയുന്ന ചക്കക്കുരു ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ദിവസേന കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ പെട്ടെന്ന് വീഡിയോ കണ്ടാലോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കക്കുരുവാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ്, അതുകൊണ്ടാണ് ഇതിന് ഈർപ്പം കാണുന്നത്. ഇനി ഇതിൻ്റെ പുറമേയുള്ള വെളുത്ത തൊലി നീക്കം ചെയ്തതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്ത് കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുക്കണം. ഇതാ ഇവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഞാൻ 2 തരത്തിലുള്ള ശർക്കരയാണ് എടുത്തത്. കുറച്ച് കറുത്ത ശർക്കര പൊടിയും അതുപോലെ കളർ കുറഞ്ഞ ശർക്കരയും. ഇത് രണ്ടും കൂടി ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് മെൽറ്റാകട്ടെ. ഇനി ഒരു പാൻ എടുക്കാം. അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചക്കക്കുരു തട്ടിക്കൊടുക്കാം. ശരിയായ പാകത്തിൽ വറുത്ത് കിട്ടാൻ വേണ്ടി ഇത് ലോ ഫ്ലെയിമിലായിരിക്കണം വറുക്കേണ്ടത്. അതുപോലെ ഇതിൻ്റെ ബ്രൗൺ കളറിലുള്ള തൊലി നീക്കം ചെയ്തത്, അതിനാണ് ഗുണം കൂടുതലേറെ. ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും വറുക്കുമ്പോൾ ഒരു കിലുകില എന്നൊരു സൗണ്ട് വരും. അത് പാകമായി വരുന്നു എന്ന് കാണിക്കുന്നതാണ്. കൂടുതൽ മൂപ്പിച്ച് വിറക് കൊള്ളി പോലെ ആക്കരുത്. അപ്പോൾ പൊടിക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും, ടേസ്റ്റും കുറവ് വരും. നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കാനും പറ്റാതാകും. ഇത് പാകമായോ എന്നറിയാൻ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഒടിച്ചു നോക്കിയാൽ മതി. പെട്ടെന്ന് ഒടിഞ്ഞു കിട്ടുകയാണെങ്കിൽ അത് പാകമായി എന്നർത്ഥം. ഫ്ലെയിം ഉടനെ ഓഫ് ചെയ്യണം. ഇവിടെ നല്ല പാകത്തിന് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രമേ ഇത് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി ചെറിയൊരു മിക്സർ ജാർ എടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം. ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇതാ ഇവിടെ ആദ്യം ഇട്ട് കൊടുത്തത് തരുതരിപ്പായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ബാക്കി വന്നതും ഇതുപോലെ തന്നെ ജാറിലേക്ക് മാറ്റി പൊടിച്ചെടുക്കാം. ശരീരത്തിന് ആവശ്യമായ പോഷകധാതുക്കൾ ഏറെ അടങ്ങിയിട്ടുള്ളതാണ് ചക്കക്കുരു. ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ അത്രയേറെയുണ്ട്. ആൻറ്റി ഓക്സിഡൻസും അതുപോലെ ഫൈബറും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളും ഡയബറ്റിക്സും ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റും. ഇവിടെ ചക്കക്കുരു എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ഫ്രൈ പാൻ എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളും അതുപോലെ വെളുത്ത എള്ളും ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. എള്ള് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്യൂ നട്ട് ക്രഷ് ചെയ്തതാണ്. ഇവിടെ ചേർത്ത് കൊടുത്ത കാഷ്യൂ നട്ട്സ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി മുറി ചിരകിയത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത തേങ്ങ നല്ലതുപോലെ മൂത്ത് പാകമായിട്ട് കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. 4-5 മിനിറ്റ് ഒന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിലെ ജലാംശമൊക്കെ പോയി കിട്ടും. ഇവിടെ തേങ്ങ പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പൊടിച്ചു മാറ്റി വെച്ച ചക്കക്കുരുവിൻ്റെ പൊടിയാണ്. ചക്കക്കുരു പൊടി ചേർത്തതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. കൂടുതൽ നേരം ഫ്ലെയിമിലിട്ട് വറുക്കരുത്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പഞ്ചസാരയിലിട്ട് പൊടിച്ചത് കൊണ്ടാണ് 1/2 സ്പൂൺ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ശർക്കര പാവ് കാച്ചിയതും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫിൽ തന്നെ ആയിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത്. ശർക്കര പാനി ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം ലഡു പിടിക്കേണ്ടത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇവിടെ ചക്കക്കുരുവിൻ്റെ ലഡു മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി വെച്ച് ചെറു ചൂടോടെ ലഡു ഉണ്ടാക്കാം. ലഡുവിൻ്റെ വലിപ്പവുമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ അധികം വലിപ്പമില്ലാത്ത ലഡുവാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇവിടെ എല്ലാ ചക്കക്കുരു ലഡുവും തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം.
ഈ രീതിയിൽ തയ്യാറാക്കിയാൽ കുറച്ച് ദിവസം വരെ ഇത് കേടുകൂടാതെ വെളിയിൽ തന്നെ ഇരിക്കും. ഇതിൽ ഓരോന്നും എടുത്ത് ദിവസവും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാവുന്നതാണ്. കാരണം അത്രയേറെ ഗുണങ്ങൾ ചക്കക്കുരുവിലുണ്ട്. വിറ്റാമിൻസും ധാതുക്കളും നാരുകളും അതുപോലെ ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയ ചക്കക്കുരുവൊക്കെ ഡെയിലി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പണ്ട് കാലം മുതലേ നമ്മുടെ നാട്ടിൽ ചക്ക സീസണിൽ ദിവസേന ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ ചക്കക്കുരു ലഡു ഇഷ്ടപ്പെട്ടവർ ഉണ്ടാക്കി നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരുടെ സ്നേഹത്തോടെ ബൈ.